ഹായ് ഫ്രണ്ട്സ്, വരുണാണേ അമ്മയമ്മയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് പേരയ്ക്ക മാങ്ങ എന്ന് പറയുന്നൊരു സൈസ് മാങ്ങയാണ്. കണ്ട, നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും പിടിക്കുന്നത്. പക്ഷെ ഇത് വെച്ചിട്ടധികം ആയില്ല, ഒരു മൂന്നര കൊല്ലമായുള്ളൂ. പക്ഷെ ഒരു രണ്ടാമത്തെ കൊല്ലം തൊട്ട് പിടിക്കാൻ തുടങ്ങി. കാരണം അത്യാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ച് നമ്മളൊരു ജ്യൂസ് അതടിക്കാൻ പോവാണ്. അമ്മ പറയും എന്ത് ജ്യൂസാണെന്ന്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്മ ഇന്ന് എന്ത് മാങ്ങയാമേ? പേരയ്ക്ക മാങ്ങ അല്ലേ? ജ്യൂസ് അടിക്കാൻ പോവാണേ. അതെന്തൊക്കെയാ വേണ്ടത്? ഒരു മാവുണ്ട്, പുതിയതായിട്ട് പിടിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 കാന്താരി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇത്രയും മതി. അപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ നോമ്പ് തുറക്കുന്ന നല്ലതാണെന്നൊക്കെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നല്ലതാണ് ഈ ചൂട് കാലത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ. അപ്പം ഞാൻ ട്രൈ ചെയ്യണേ, നമുക്ക് അടിച്ചു നോക്കാം. ഓക്കെ, അടിച്ചു നോക്കിയിട്ട് അച്ചാനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനേതായാലും ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അച്ചാച്ചൻ പറയാം. 2 കാന്താരി, 2 കഷ്ണം ഇഞ്ചി. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഉണ്ട്. മാങ്ങയുടെ പുളി കാണും. പുളിയില്ല, പേരയ്ക്ക മാങ്ങയ്ക്ക് പുളിയില്ല. ചൂട് കാലത്ത് ഇത് നല്ലതാണ്, റിലാക്സിങ് ആണ്. ഇപ്പം നോയമ്പൊക്കെ കഴിയാറായി. ചൂട് കാലത്ത് ഏതായാലും കുടിക്കും. ഇപ്പം നല്ല ഹോട്ടല്ലേ. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കത് അരിച്ചെടുക്കേണ്ടതുകൊണ്ട് വെള്ളം കുടിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എന്തായമേ? ആയോ? കണ്ടല്ലോ, ഈ ഒരു പരുവായി കിട്ടണം. അരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അരിക്കാൻ പോവാണ്. നല്ലോണം അരിച്ചെടുക്കാം. കണ്ടിട്ട് നാരങ്ങ വെള്ളമൊക്കെ നല്ല മിൻലൈമൊക്കെ മിൻ്റ് ഉണ്ടായിരുന്ന പക്ഷെ മിൻ്റ് ഉപയോഗിക്കത്തില്ല അല്ലേ? കറക്റ്റ് സമയം. അവിടെ അപ്പുറത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇന്ന് നോയമ്പുള്ള ദിവസം കേട്ടോ എല്ലാവർക്കും. നമുക്കല്ല, നോയമ്പുള്ളവർക്ക്. അരിച്ചേതാണ്ട് ഈ ഒരു ലെവലായി. ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ, നിസ്കരിക്കാൻ കയറി കാണും എല്ലാവരും. അരിച്ചെടുക്കുന്നതിന് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അതാണ് മെനക്കേട്. അടിക്കാൻ ഇത്രയും പാടില്ല. ഇപ്പം നമ്മൾ അരിച്ചു കഴിഞ്ഞു. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാന് കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഇപ്പോൾ ഇട്ടു അച്ചാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറച്ചേ എങ്ങനെയുണ്ട്? അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവോ? കൊള്ളാം അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി പുളിയൊക്കെ ഉണ്ടല്ലേ? പക്ഷേ ടെസ്റ്റ് എരിവുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? അപ്പം ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പം ഓക്കെ, ഒരു ബൈ അച്ചാച്ചൻ പറഞ്ഞേക്ക്. ബൈ. അപ്പം അമ്മയും ബൈ.